കളിക്കാരെ മാറ്റിയാൽ ക്യാപ്റ്റന്റെ പരാജയം മറച്ചുവെക്കാനാവുമോ? ബി.ജെ.പി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയരുന്ന ചോദ്യം ഇതാണ്. ഭാരതീയ ജനതാ പാർട്ടിയിൽ പെട്ടെന്ന് വലിയ തോതിലുള്ള ഒരു പുനഃസംഘടന നടന്നിരിക്കുകയാണ്. ഏകദേശം 28ലധികം മുതിർന്ന നേതാക്കളെയാണ് പാർട്ടിയിലെ ഉയർന്ന പദവികളിൽ നിന്ന് ഒരൊറ്റ രാത്രി കൊണ്ട് നീക്കം ചെയ്തിരിക്കുന്നത്. പകരം യുവാക്കൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള നിതിൻ നവീൻ ടീം തയ്യാറായി. എന്താണ് ഈ മാറ്റത്തിന് പിന്നിൽ? ജൻസികൾക്ക് മറുപടിയായി യുവാക്കളുടെ ഒരു വലിയ നിരയെ മുന്നോട്ട് കൊണ്ടുവരുന്ന ബി.ജെ.പി. ഇതുവഴി അവർക്ക് നഷ്ടമായത് തിരിച്ചു പിടിക്കാനാവുമോ? വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളെല്ലാം ബി.ജെ.പിയെ സംബന്ധിച്ച് അതിനിർണായകമാണ്. അതിനായി ഒരു വലിയ മാറ്റം കൊണ്ടുവരുന്നത് സ്വാഭാവികവുമാണ്. എന്നാൽ രാജ്യം നേരിടുന്ന രാഷ്ട്രീയ സാമ്പത്തിക പ്രതിസന്ധികളുടെ പശ്ചാത്തലത്തിൽ വെറുമൊരു ടീം മാറ്റം കൊണ്ട് ബി.ജെ.പിക്കും നരേന്ദ്രമോദിക്കും തിരിച്ചുവരവ് സാധ്യമാണോ എന്ന ചോദ്യമാണ് രാഷ്ട്രീയ നിരീക്ഷകരുൾപ്പെടെ ഇപ്പോൾ ഉയർത്തുന്നത്. കളിക്കാരെ മാറ്റിയത് കൊണ്ട് മാത്രം ക്യാപ്റ്റന്റെ പരാജയം മറച്ചുവെക്കാനാകില്ല എന്നാണ് ഈ മാറ്റത്തെ പലരും വിലയിരുത്തുന്നത്. അതായത് തീരുമാനങ്ങൾ എടുക്കുന്ന കേന്ദ്ര നേതൃത്വത്തിൽ മാറ്റം വരാത്തിടത്തോളം കാലം സംഘടനാ തലത്തിലെ ഈ അഴിച്ചുപണി കൊണ്ട് വലിയ കാര്യമായ മാറ്റങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് തന്നെ ചുരുക്കം. നമുക്ക് ആദ്യം ഈ പുതിയ പുനഃസംഘടനയിൽ ആരൊക്കെയാണ് കടന്നു വന്നത് എന്ന് പരിശോധിക്കാം. പാർട്ടി ദേശീയ അധ്യക്ഷനായി 45-കാരനായ നിതിൻ നവീൻ ചുമതലയേറ്റ് 209 ദിവസങ്ങൾക്ക് ശേഷമാണ് ബി.ജെ.പിയിൽ ഈ വലിയ അഴിച്ചുപണി നടന്നിരിക്കുന്നത്. ഏകദേശം 28ലധികം മുതിർന്ന നേതാക്കളെ മാറ്റിക്കൊണ്ട് കേന്ദ്ര തലത്തിൽ ആകമാനം 65 പുതിയ നിയമനങ്ങളാണ് പാർട്ടിയിൽ നടന്നിരിക്കുന്നത്. ഈ പുതിയ പുനഃസംഘടനയിലെ പ്രധാന മാറ്റങ്ങളും കണക്കുകളും പരിശോധിച്ചാൽ തുടർച്ചയും മാറ്റവും ഒരുപോലെ ഉൾക്കൊള്ളുന്ന തന്ത്രമാണ് ബി.ജെ.പി പയറ്റുന്നത് എന്ന് വ്യക്തമാകും. ആകെ 13 വൈസ് പ്രസിഡന്റുമാരിൽ 9 പേരെ മാറ്റി പുതിയ ആളുകൾക്ക് ചുമതല നൽകിയപ്പോൾ 4 പേർ ആ സ്ഥാനം നിലനിർത്തി. സ്ഥാനം നിലനിർത്തിയ 4 പ്രമുഖ വൈസ് പ്രസിഡന്റുമാർ ഇവരാണ്. ഒന്നാമത്തേത് വസുന്ധര രാജെ സിന്ധ്യ. 2 ഒഡീഷയിൽ ബി.ജെ.പിയുടെ വിജയം ഉറപ്പാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ബൈജയന്ത് പണ്ഡ. 3ാമത്തേത് ഉത്തർപ്രദേശിൽ നിന്നുള്ള രേഖ വർമ്മ. 4ാമത്തേത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ മുൻ വൈസ് ചാൻസലറും ബി.ജെ.പിയുടെ ന്യൂനപക്ഷ മുഖവുമായ പ്രൊഫസർ താരിഖ് മൻസൂർ. അതുപോലെ 8 ജനറൽ സെക്രട്ടറിമാരിൽ 2 പേർ തുടരുമ്പോൾ 6 പേർക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പാർട്ടി അധ്യക്ഷനായി നിതിൻ നവീനെ പോലുള്ള അധികം അറിയപ്പെടാത്ത മുഖത്തെ മുൻനിർത്തി ജനുവരിയിൽ തന്നെ ഈ മാറ്റത്തിന് ബി.ജെ.പി തുടക്കമിട്ടിരുന്നു. ലാൽകൃഷ്ണ അദ്വാനി, രാജ്നാഥ് സിംഗ്, അടൽ ബിഹാരി വാജ്പേയി, അമിത് ഷാ തുടങ്ങിയവർ ഇരുന്ന പദവിയിലേക്കാണ് നിതിൻ നവീൻ വന്നത്. അമിത് ഷായുടെയും മോദിയുടെയും വിശ്വസ്തരായ അനുയായികൾക്ക് മാത്രമാണ് നിതിൻ നവീൻ ടീമിൽ ഭൂരിഭാഗവും ഇപ്പോൾ ഇടം ലഭിച്ചിട്ടുള്ളത് എന്നാണ് വിമർശനമുയർന്നത്. അതുപോലെ യുവജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ ജൻസി വോട്ടർമാരെ സ്വാധീനിക്കാൻ ചില യുവ നേതാക്കളെയും വനിതാ നേതാക്കളെയും പാർട്ടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് മുൻപ് ആം ആദ്മി പാർട്ടിയുടെ പ്രധാന തന്ത്രജ്ഞനും അരവിന്ദ് കെജ്രിവാളിന്റെ വിശ്വസ്തനുമായിരുന്ന ഡോക്ടർ സന്ദീപ് പഥക്കിനെ ബി.ജെ.പിയുടെ നാഷണൽ ജനറൽ സെക്രട്ടറിയായി നിയമിച്ചത്. പഞ്ചാബിൽ എ.പി.യെ അധികാരത്തിലെത്തിച്ച് സന്ദീപ് പഥക്കിനെ ഉപയോഗിച്ച് പഞ്ചാബിൽ ബി.ജെ.പി അടിത്തറയുണ്ടാക്കാൻ ശ്രമിക്കുമോ എന്നത് കണ്ടറിയേണ്ട ഒന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ബി.ജെ.പി ഐ.ടി സെൽ മേധാവി അമിത് മാളവിയയെ മാറ്റിയതാണ്. സോഷ്യൽ മീഡിയയിൽ മോദിയുടെ പ്രതിച്ഛായ നിർമ്മിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച മാളവിയെ മാറ്റിയത് പാർട്ടിക്ക് വലിയൊരു തിരിച്ചടിയും അപ്രതീക്ഷിത നീക്കവുമാണ്. ജനരോഷവും സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ പുതിയ തലമുറയായ ജൻസികൾക്കിടയിൽ ബി.ജെ.പി നേരിട്ട വലിയ തിരിച്ചടിയുമാണ് ഇതിന് കാരണം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇൻസ്റ്റഗ്രാമിൽ കോൺഗ്രസ് ഉണ്ടാക്കിയ സ്വാധീനത്തിന് ബദലാകാൻ നിലവിലെ സോഷ്യൽ മീഡിയ ടീമിന് കഴിഞ്ഞില്ലെന്ന വിലയിരുത്തലിലാണ് ഈ മാറ്റം എന്ന് പറയുന്നത്. കൂടാതെ രാഹുൽ ഗാന്ധിയുടെ ജനപ്രീതി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അതിനെ പ്രതിരോധിക്കാൻ സ്മൃതി ഇറാനിയെയും RSS സമ്മർദ്ദത്തിന് വഴങ്ങിയ റാം മാധവിനെയും ദേശീയ ഭാരവാഹിത്വത്തിലേക്ക് തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്. സ്മൃതി ഇറാനിയുടെ ഈ ശക്തമായ തിരിച്ചുവരവ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മുൻപ് അമേഠിയിലെ തോൽവിക്ക് ശേഷം പ്രചരണങ്ങളിൽ മാത്രം ഒതുങ്ങിയിരുന്ന സ്മൃതിക്ക് ഇപ്പോൾ ജനറൽ സെക്രട്ടറി പദവിയാണ് ബി.ജെ.പി നൽകിയിരിക്കുന്നത്. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിൽ വരാനിരിക്കുന്ന നിർണായക തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുള്ള ഒരു വലിയ രാഷ്ട്രീയ നീക്കമാണിത്. ഒപ്പം റാം മാധവ് വൈസ് പ്രസിഡന്റായി തിരിച്ചെത്തിയതും യുവാക്കളെയും ബുദ്ധിജീവികളെയും പാർട്ടിയോട് അടുപ്പിക്കാനുള്ള തന്ത്രപരമായ നീക്കമായാണ് വിലയിരുത്തുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ മാറ്റം കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിനെ പുതിയ ട്രഷററായി നിയമിച്ചതാണ്.
അദ്ദേഹത്തിന്റെ പിതാവ് അന്തരിച്ച ദേവപ്രകാശ് ഗോയൽ 2 പതിറ്റാണ്ടോളം വഹിച്ച പദവിയാണിത്. BJP-യിലെ ഒരാൾക്ക് ഒരു പദവി എന്ന നയം നിലനിൽക്കെ കേന്ദ്രമന്ത്രിയായ ഗോയലിനെ സംഘടനാ ചുമതലയിൽ നിന്ന് മാറ്റിയത് ഉടൻ തന്നെ ഒരു കേന്ദ്രമന്ത്രിസഭ അഴിച്ചുപണി നടക്കാൻ പോകുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കുന്ന നിർണായക രാഷ്ട്രീയ പോരാട്ടങ്ങളും ലക്ഷ്യമിട്ടാണ് BJP-യിൽ ഈ വൻ അഴിച്ചുപണി നടന്നിരിക്കുന്നത്. വനിതകൾക്കും യുവാക്കൾക്കും വലിയ പ്രാധാന്യമാണ് ഈ പുതിയ ടീമിൽ നൽകിയിരിക്കുന്നത്. രാജ്യത്ത് ശക്തമാകുന്ന യുവാക്കളുടെ പ്രതിഷേധങ്ങളും യൂത്ത് വിഷയങ്ങൾ ഏറ്റെടുക്കുന്ന കോൺഗ്രസിന്റെ ആക്രമണാത്മക രാഷ്ട്രീയവും പ്രതിരോധിക്കാൻ കൂടിയാണ് BJP-യുടെ ഈ നീക്കം. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടണമെങ്കിൽ ഒഡീഷ, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ BJP-ക്ക് പരമാവധി സീറ്റുകൾ നേടേണ്ടതുണ്ട്. പുതിയ ഭാരവാഹി പട്ടികയിൽ പശ്ചിമ ബംഗാളിന് പ്രത്യേക പരിഗണന നൽകിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് കണക്കാക്കുന്നത്. നിതിൻ നവീന്റെ നേതൃത്വത്തിലുള്ള 65 പുതിയ ടീമിന്റെ പ്രധാന കണക്കുകൾ പരിശോധിച്ചാൽ ആകെയുള്ള ഭാരവാഹികളിൽ 12 പേർ വനിതകളാണ്. ഇതിൽ 6 പേരെ ദേശീയ വൈസ് പ്രസിഡന്റുമാരുമാക്കി. ടീമിലെ 10% പേർ, അതായത് 6 പേർ 40 വയസ്സിൽ താഴെയുള്ളവരാണ്. ഈ പുതിയ നിരയുടെ ശരാശരി പ്രായം 54 വയസ്സാണ്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഉത്തർപ്രദേശിൽ നിന്ന് 2 വൈസ് പ്രസിഡന്റുമാർ ഉൾപ്പെടെ 8 പേർ ഇടം പിടിച്ചിട്ടുണ്ട്. ഭാരവാഹികളിൽ 40%-ലധികം പേർ പിന്നാക്ക പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിൽ നിന്നുള്ളവരാണ്. UP-യിൽ നിന്നുള്ള 2 മുസ്ലിം മുഖങ്ങളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പശ്ചിമ ബംഗാൾ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, നാഗാലാൻഡ് എന്നിവിടങ്ങളിൽ നിന്നായി 4 ഗോത്രവർഗ നേതാക്കളും പട്ടികയിലുണ്ട്. പഴയ പരിചയസമ്പന്നരെ പൂർണ്ണമായി ഒഴിവാക്കാതെ തന്നെ അനുഭവ സമ്പത്തും യുവരക്തവും സമന്വയിപ്പിച്ചിട്ടുള്ള ഒരു തന്ത്രമാണ് BJP പയറ്റുന്നത്. നിതിൻ നവീന്റെ നേതൃത്വത്തിലാണ് ഈ നിരയെങ്കിലും മോദി ഷാ കൂട്ടുകെട്ടിന്റെ ദീർഘകാല തന്ത്രങ്ങൾ തന്നെയാണ് ഇതിന് പിന്നിലും പ്രവർത്തിക്കുന്നതെന്നാണ് വിമർശനം. തുടർച്ചയായ 3ാം തവണയും ഭരണത്തിലിരിക്കുന്ന BJP-ക്ക് പുതിയ ആശയങ്ങളോടെ പുതിയ തലമുറയെ നേരിടാൻ ഈ നിരയ്ക്ക് സാധിക്കുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. എന്നാൽ നേതാക്കളെ എത്ര മാറ്റിയാലും സർക്കാരിനെയും പാർട്ടിയെയും കാത്തിരിക്കുന്നത് വലിയ ആഭ്യന്തര പ്രതിസന്ധികളാണ്. രാമക്ഷേത്ര ഫണ്ട് വിവാദമാണ് അതിൽ ഒന്നാമത്തേത്. ഉത്തർപ്രദേശിൽ രാമക്ഷേത്ര നിർമ്മാണ ഫണ്ടുമായി ബന്ധപ്പെട്ട് ഉയർന്ന അഴിമതി ആരോപണങ്ങൾ പ്രതിപക്ഷം ശക്തമായി ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു. അയോധ്യയിലെ സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങൾ BJP-യെ എക്കാലത്തുമില്ലാത്ത വലിയ പ്രതിരോധത്തിലാണ് ആക്കിയിരിക്കുന്നത്. ഇഥനോൾ നയവും മധ്യവർഗ പ്രതിഷേധവുമാണ് രണ്ടാമത്തേത്. പെട്രോളിലെ ഇഥനോൾ ബ്ലെൻഡിംഗ് നയം കാരണം സാധാരണക്കാരായ മധ്യവർഗ ജനവിഭാഗങ്ങൾ റോഡിലിറങ്ങി പ്രതിഷേധിക്കുന്ന അവസ്ഥയാണ്. മൂന്നാമത്തേത് യുവജനങ്ങളുടെയും കുട്ടികളുടെയും പ്രതിഷേധമാണ്. ലക്നൌവിലും ഉത്തർപ്രദേശിലും എന്ന് വേണ്ട രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ വിദ്യാർത്ഥികളും ജനറേഷൻ ആൽഫ പ്രായത്തിലുള്ള കുട്ടികൾ പോലും സ്വന്തം അവകാശങ്ങൾക്കായി തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. അത് BJP-യെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. നാലാമത്തേത് ഉപതെരഞ്ഞെടുപ്പുകളിലെ പരാജയങ്ങളാണ്. ബീഹാറിലെ ബാങ്കിപ്പൂരിലും മധ്യപ്രദേശിലെ ദതിയയിലും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ BJP-യുടെ സ്വന്തം കോട്ടകളിൽ തന്നെ പാർട്ടി വലിയ തോതിൽ പരാജയം. അഞ്ചാമത്തേതായ കാർഷിക പ്രതിഷേധവും വിലക്കയറ്റവുമാണ്. അതിർത്തികളിൽ കർഷക സമരങ്ങൾ വീണ്ടും ശക്തമായി കൊണ്ടിരിക്കുകയാണ്. പഞ്ചസാര വില കിലോയ്ക്ക് 62 രൂപ കടന്ന രീതിയിലേക്ക് വിലക്കയറ്റം കുതിച്ചുയരുന്നു. അത് വലിയ പ്രതിഷേധത്തിന് കാരണമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ടൊക്കെ തന്നെ ഭാരവാഹികളായി ആര് വന്നാലും പോയാലും പാർട്ടിക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമായിരിക്കില്ല. രാജ്യത്തെ കർഷകരും യുവാക്കളും വിദ്യാർത്ഥികളും ദരിദ്രരും ഒരുപോലെ സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. സർക്കാരിന്റെ വായ്പാട്ടുകാരായ മാധ്യമങ്ങളെ ഉപയോഗിച്ചുള്ള പ്രചരണങ്ങൾ കൊണ്ട് മാത്രം ഇനി ജനരോഷത്തെ മറികടക്കാൻ സാധിക്കില്ല. അടുത്ത 6 മാസത്തിനുള്ളിൽ മോദി ഷാ സഖ്യം അഭിമുഖീകരിക്കാൻ പോകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പരീക്ഷണമാണ് ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ UP കൈവിട്ടു പോയാൽ ഡൽഹിയിലെ കേന്ദ്രഭരണത്തിന്റെ അടിത്തറ ഇളകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. BJP-യുടെയും RSSന്റെയും ആഭ്യന്തര വിലയിരുത്തലുകൾ തന്നെ UP-യിലെ സാഹചര്യം അത്ര എളുപ്പമല്ലെന്ന് വ്യക്തമാക്കുന്നു. തദ്ദേശീയ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും യുവജന പ്രക്ഷോഭങ്ങളും BJP-യുടെ പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ ചോർച്ചയുണ്ടാക്കുന്നു എന്ന സൂചനയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കുകൾ പരിശോധിച്ചാൽ UP-യിലെ രാഷ്ട്രീയ മാറ്റം വളരെ വ്യക്തമാണ്. മൊത്തത്തിലുള്ള 80 ലോക്സഭാ സീറ്റുകളിൽ BJP-ക്ക് നേടാനായത് 33 സീറ്റുകൾ മാത്രമാണ്. മറുവശത്ത് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യം 43 സീറ്റുകൾ നേടി വ്യക്തമായ മേൽക്കൈയും നേടി. ഈ ലോക്സഭാ ഫലങ്ങളെ നിയമസഭാ മണ്ഡലങ്ങളാക്കി മാറ്റിയാൽ നിലവിൽ 220ഓളം മണ്ഡലങ്ങളിൽ പ്രതിപക്ഷ സഖ്യമാണ് മുന്നിൽ. ഈ സാഹചര്യത്തെ മറികടക്കാനാവണം ഉത്തർപ്രദേശ് സർക്കാർ വൻ പ്രഖ്യാപനങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. സ്ത്രീ വോട്ടർമാരെ ആകർഷിക്കാൻ പ്രതിമാസം സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതികൾ ഉൾപ്പെടെ നടപ്പിലാക്കാൻ ഭരണകൂടം തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഭരണപരമായ അഴിമതികളും സർവകലാശാലകളിലെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളും ഭരണകൂടത്തിനെതിരെയുള്ള ജനവികാരം വർദ്ധിപ്പിക്കുന്നു. സർക്കാരിന് പ്രിയപ്പെട്ടവർ പോലും ഇപ്പോൾ പരസ്യ വിമർശനവുമായി രംഗത്തെത്തുന്നുണ്ട്. ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ വൻ സ്വാധീനമുള്ള വിഭാഗമാണ് ബ്രാഹ്മണ സമൂഹം.
ഏകദേശം 135ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ നിർണായക സ്വാധീനമുള്ള ഈ വോട്ട് ബാങ്ക് നിലവിലെ ഭരണ നേതൃത്വത്തോട് അതൃപ്തിയിലാണെന്നാണ് റിപ്പോർട്ടുകൾ. ഈ സാഹചര്യം മുതലാക്കാൻ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് തങ്ങളുടെ PDA സങ്കല്പവുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഇതിനെല്ലാം പുറമെ വരുന്ന തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ എക്സ് ഫാക്ടർ ആവാൻ പോകുന്നത് ജെൻസിയും ജൻ ആൽഫ തലമുറയിലെ യുവ വോട്ടർമാരായിരിക്കും. സംസ്ഥാനത്തെ മൊത്തം വോട്ടർമാരുടെ പകുതിയോളം വരുന്ന ഈ വിഭാഗത്തിന് പരമ്പരാഗത ജാതി മത രാഷ്ട്രീയങ്ങളെക്കാൾ പ്രധാനം തങ്ങളുടെ ഭാവി, വിദ്യാഭ്യാസ സമ്പ്രദായം, തൊഴിലവസരങ്ങൾ എന്നിവയൊക്കെയാണ്. ചോദ്യപേപ്പർ ചോർച്ച, തൊഴിലില്ലായ്മ, പ്രക്ഷോഭങ്ങൾക്കെതിരെയുള്ള പോലീസിന്റെ കടുത്ത നടപടികൾ എന്നിവ യുവാക്കൾക്കിടയിൽ വൻ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ഈ അമർഷം വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചാൽ അത് നിലവിലെ ഭരണകൂടത്തിന് വലിയ തിരിച്ചടിയാവും. UPയിൽ BJPക്ക് തിരിച്ചടി നേരിട്ടാൽ അതിന്റെ നേരിട്ടുള്ള ആഘാതം അനുഭവിക്കുക ഡൽഹിയിലെ ഭരണ നേതൃത്വമായിരിക്കും. 2029 വരെയുള്ള കേന്ദ്ര ഭരണ കാലാവധി സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നരേന്ദ്രമോദിക്ക് സാധിക്കുമോ എന്ന ചോദ്യം ഉയർന്നു തുടങ്ങും. പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര അഭിപ്രായ വ്യത്യാസങ്ങളും ഗുജറാത്ത് ലോബിക്കെതിരെയുള്ള നീക്കങ്ങളും ശക്തിപ്പെടാൻ ഇത് കാരണമാകും. ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിച്ചാൽ അത് തടഞ്ഞു നിർത്താൻ ഭരണ സംവിധാനങ്ങൾക്കോ മാധ്യമങ്ങൾക്കോ ഒന്നും കഴിയില്ലെന്നതാണ് മുൻകാല അനുഭവങ്ങൾ തെളിയിക്കുന്നത്. കേന്ദ്രം ഭരിക്കുന്ന സഖ്യ സർക്കാരിന്റെ ഭാവി പൂർണ്ണമായും UP തെരഞ്ഞെടുപ്പ് ഫലത്തെ ആശ്രയിച്ചായിരിക്കും. സ്വന്തം ഭാവി സുരക്ഷിതമാക്കാൻ സഖ്യകക്ഷികൾ മുന്നണി വിടുകയോ പുതിയ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുകയോ ചെയ്തേക്കാം. ചുരുക്കത്തിൽ ഉത്തർപ്രദേശ് തിരഞ്ഞെടുപ്പ് വെറുമൊരു സംസ്ഥാന ഭരണ മാറ്റം മാത്രമായിരിക്കില്ല, മറിച്ച് രാജ്യത്തിന്റെ ഭാവി രാഷ്ട്രീയം നിർണ്ണയിക്കുന്ന നിർണായകമായ ജനവിധിയായിരിക്കും. ഇത്രയും സാഹചര്യങ്ങളാണ് മുന്നിൽ നിൽക്കുന്നത്. എന്നാൽ കളി തോൽക്കുമ്പോൾ ക്യാപ്റ്റൻ സ്വയം മാറാതെ കളിക്കാരെ മാത്രം മാറ്റുന്നത് പോലെയാണ് BJPയുടെ ഇപ്പോഴത്തെ അവസ്ഥ. കേന്ദ്ര നേതൃത്വത്തിന്റെ നയങ്ങളിൽ മാറ്റം വരാത്തിടത്തോളം കാലം ഈ പുനഃസംഘടന കൊണ്ട് BJPക്ക് രാഷ്ട്രീയമായി വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കില്ല. UP കൈവിട്ടാൽ മോദി സർക്കാരിന്റെ പതനത്തിന് തിരികൊളുത്തപ്പെടുന്നു. വരാനിരിക്കുന്ന സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിൽ ഈ ജനരോഷം BJPയെ എങ്ങനെ ബാധിക്കും? അതിനിടയിൽ BJPയിലെ നേതൃമാറ്റം ഗുണം ചെയ്യുമോ? വരുന്ന മാസങ്ങളിൽ ഇന്ത്യ കാണാൻ പോകുന്നത് സമാനതകളില്ലാത്ത കനത്ത രാഷ്ട്രീയ പോരാട്ടങ്ങളായിരിക്കും.